കുറേ പേര് ഞാൻ ഇന്ന കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞ് കുറേ ഏജൻസിക്കാരെ, കുറേ കരിയർ ഗൈഡൻസുകാരെ ഞാൻ ഒഴിവാക്കി. അങ്ങനെ അവസാനം ഈ ചാവറ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ടീമുണ്ട്. അപ്പോൾ ഞാൻ ബി എസ് സി ഡിഗ്രിക്ക് പോകാൻ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇവരെന്നെ വിളിച്ച്, ഞാൻ എടുക്കാറില്ല, ഇവർ വിളിക്കാൻ എടുക്കാറില്ല, ഞാൻ ഫോൺ സൈലൻ്റാക്കി വെക്കാറാണ്. ഒരു ദിവസം ഞാൻ വീടിൻ്റെ പുറത്ത് ഞാൻ പണി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വിളിച്ച് ഞാൻ ഫോൺ സൈലൻ്റാക്കി വെച്ചു. അപ്പോൾ അമ്മ അത് ചാടി കയറി എടുത്തു. അമ്മ എടുത്തിട്ട് അവർ സംസാരിച്ചു, ചേച്ചി ഇങ്ങനെ അതുലിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അവൻ ബി എസ് സി ഡിഗ്രിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കരിയർ ഗൈഡൻസിന് ചേച്ചി പറഞ്ഞു, ചേച്ചി നാളെ ഒരു കരിയർ ഗൈഡൻസ് ഉണ്ട്, അവനെയും കൊണ്ട് നാളെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും പോയി. അങ്ങനെ പോയപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ബി എസ് സി ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം ഞാൻ ഇവിടെ വന്ന് ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടു. ഞാൻ ഇവിടെ 2021 ആഗസ്റ്റിൽ ഞാൻ ആദ്യം വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയ സമയത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയ അന്ന് രാത്രി എൻ്റെ പപ്പയുടെ ഒരു കൂട്ടുകാരി വളരെ യാദൃശ്ചികമായിട്ട് പുള്ളി രാത്രി വിളിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോയെന്ന് രാത്രി. അപ്പോൾ പുള്ളി പപ്പേനോട് സംസാരിച്ച് എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച്, അങ്ങനെ പുള്ളി ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു, ഇവനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുക, ഏത് മേഖലയിലേക്ക് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ കാനഡയിലോട്ട് വിട്, അവിടെ എൻ്റെ മോനുണ്ട്, നീ അവനെ വിട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ സമയത്തും ബി എസ് സി ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്നാൽ ഞങ്ങളുടെ മനസ്സിലെന്നാൽ കാനഡ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്നാൽ ഞങ്ങൾ ബി എസ് സി ഡിഗ്രിയൊക്കെ പഠിച്ച് അതിൻ്റെ ഹയർ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിലെത്തി. അങ്ങനെ ഞങ്ങൾ ഈ കരിയർ ഗൈഡൻസുകാരോട് ഞങ്ങളിത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ബി എസ് സി ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു, അത് കഴിഞ്ഞ് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എടാ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല, ഞാൻ ബി എസ് സി ബോട്ടണിയാണ് ഞാൻ ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, എടാ ഇതും കൊണ്ടൊന്നും പുറത്ത് പോയാൽ ഇതിൻ്റെ ഹയർ നിനക്ക് എവിടെയും ജോലി കിട്ടത്തില്ല, നിനക്ക് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത വേറെ ഏതെങ്കിലും ഒന്ന് എടുക്കേണ്ടി വരും, നിൻ്റെ സമയം വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ബി എസ് സി ഡിഗ്രി എടുക്കാമെന്നുള്ള പ്ലാൻ അവിടെ ഡ്രോപ്പാക്കി. അപ്പം ആ പുള്ളി ജർമ്മനിയിൽ ഈ ഇൻഫർമേഷൻ സയൻസൊക്കെ കഴിഞ്ഞ് പുള്ളി അവിടെ ഈ മൊബൈലിൻ്റെ ഹാർഡ്വെയറൊക്കെ നേരെയാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനൊരു കോഴ്സുണ്ട്, നിനക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഇതെടുത്തോ, എന്നിട്ട് നമുക്ക് ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞു.